ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചാർട്ട് അനാലിസിസാണ്. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് മറ്റൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ലോങ് ടൈം ഒരു ചാർട്ട്, ഒരു പ്രൈസ് ആക്ഷൻ, നമ്മൾ പ്യൂർലി പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമാണ് നമ്മൾ ട്രേഡിൽ കയറുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ലോങ് ടൈം വീഡിയോ, അതിൻ്റെ എൻട്രി എത്തുന്നേ ഉള്ളൂ. നിങ്ങളത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പറഞ്ഞു തന്നേക്കാണ്. കാരണം ആ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസത്തേക്ക് ഒരു എൻട്രി കാണുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. കാര്യം അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസത്തെ ഒരു എൻട്രി കണ്ടപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വ്യൂ ആയിട്ട് കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ പാടില്ല. ഇപ്പം പലരും പല വീഡിയോക്കകത്തും പറയും, നിങ്ങൾ എൻട്രി എടുക്കും, ഇവിടെ വാങ്ങിച്ചു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ പറയും. ലോജിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എൻട്രിയാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ലോസ് അല്ലെ റിസ്ക് കപ്പാസിറ്റിയാണ്. അതിനനുസരിച്ചിട്ട് കിട്ടുവാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ ആ പൊട്ടൻഷ്യൽ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്കറിയാം ഇത് റെയിൽടെലിൻ്റെ ഒരു ചാർട്ടാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറൗണ്ട് നോക്കാൻ നേരത്ത് നമുക്ക് ഈ ചാർട്ട് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ഈ ചാർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചാർട്ടിൻ്റെ A to Z പ്രൈസ് ആക്ഷൻ നോക്കുന്നുണ്ട്, പുതിയൊരു എൻട്രി ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഇന്നലെ ഇട്ടേക്കുന്ന ചാർട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിരുന്ന നമ്മുടെ ചാർട്ടുകളൊക്കെ ഓൾമോസ്റ്റ് മുകളിലോട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മൂവ്മെൻറ്റൊക്കെ നിങ്ങൾ എടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നമ്മൾ നാളത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു ലോങ് ടേമിൽ ഒരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക്, അതാണ് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക, നാളത്തേക്ക് അപ്ലോഡ് ചെയ്യുക. നാളെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വ്യൂവിനനുസരിച്ച് കിട്ടുവാണെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഒരു നല്ലൊരു എൻട്രി വന്നിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ, നിങ്ങൾക്കിത് കാണാം. ഇതാണ്ട് ഇവിടുന്ന് നിങ്ങൾക്കും വരച്ച് നോക്കാം. പല ചാർട്ടുകളിലും ഒരേപോലെയൊക്കെ തന്നെ ഇങ്ങനെ വരും. അപ്പോൾ ഇത് കണ്ടോ, അവിടെ അല്ല, അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ നടന്നിട്ടുണ്ട്. ഇതായത് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്തു, എന്നിട്ടത് മുകളിലോട്ട് പതുക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ട്രയാങ്കിൾ പോലെ തന്നെ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നേക്കുകയാണ് ഇവിടുന്ന്. അപ്പം നമ്മളിത് ജസ്റ്റ് ഇവിടെ ഒരു എൻട്രി എടുത്തവർ ഹോൾഡ് ചെയ്യുക. ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ തന്നെ എത്ര നമ്മളൊരു ഹോൾഡ് ചെയ്യാനുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ നമ്മളത് ഇമ്പ്രവൈസ് ചെയ്ത് പോയിരുന്നെങ്കിൽ എത്ര ഒരു 300 തന്നെ പെർസെൻറ്റേജ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തവർക്ക് നല്ലൊരു ലാഭം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരിനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് പറയാം. പുതിയൊരു എൻട്രി ചെറിയ രീതിയിൽ എൻട്രി വ്യൂ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്രയും വെക്കാമായിരുന്നു. ഓൾ ടൈം ഹൈ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് അവിടെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തി നമുക്ക് ഇവിടെ വരെ അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റ് എടുത്തിരുന്നെങ്കിൽ തന്നെ ഒരു 50 അല്ലെങ്കിൽ ഒരു 70% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ താഴോട്ട് നമ്മുടെ ക്ഷമ നല്ല രീതിയിൽ പരീക്ഷിക്കുമെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ തൊട്ട് താഴെ താണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ അത് അടിച്ചിട്ടില്ല. കണ്ടോ, ആ ഒരു ഏരിയയിലോട്ട് തൊട്ട് അതേ തന്നെ നമ്മൾ പൊടിക്ക് താഴെ ഇച്ചിരി മാറ്റി വെക്കാം നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട്. അടിച്ചിട്ടില്ല, ആ ഒരു ഏരിയ വരെ വന്നു, ആ ഒരു സ്വിങ് ലോ വരെ വന്നു, എന്നിട്ടാണ് അത് മുകളിലോട്ട് പോയേക്കുന്നത്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി പിടിക്കാം. ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ഒരു ലോജിക്കലി നമ്മുടെ ഈ ഒരു ഓൾ ടൈം ഹൈ വരെ വേണേ വെക്കാം. തൊട്ടവിടെ വരെ വേണമെന്നില്ല, ജസ്റ്റ് പൊടിക്ക് താഴെയാണെങ്കിൽ അറൗണ്ട് ഒരു 70 അടുത്ത് നമുക്ക് കിട്ടത്തില്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതൊക്കെ ഒന്ന് റൈസ് ചെയ്യാം. അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇവിടുന്ന് നമുക്കടി ഇങ്ങനൊരു പോക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ, കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇച്ചിരി നീട്ടി വരയ്ക്കാം, നല്ല രീതിയിലൊന്ന് നീട്ടി വരയ്ക്കാം. കളർ ജസ്റ്റ് ഒന്ന് മാറ്റാം. എന്നിട്ട് ഈ ഒരു ലൈന് പാരലായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, നമ്മളിവിടെ റെസിസ്റ്റൻസ് വന്നാൽ നമുക്ക് അങ്ങോട്ട് വെക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം. എന്നിട്ട് നമുക്കറിയാം ദാണ്ട് ഇവിടെ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ ഒരു ലോങ് ടൈമിൽ മുകളിലോട്ട് തന്നെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാൻ നേരത്തെ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഇതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു എൻട്രി അല്ലേ ഈ കാണുന്നൊരു നല്ലൊരു എൻട്രി അല്ലേ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നമുക്കൊരു നൈസായിട്ടൊരു എൻട്രി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വരെ പോകാം? നമുക്കിതാ ഒരു 400 സംതിങ് നമ്മളൊരു എൻട്രി എടുത്താൽ പോലും ഇതാ
ഈ ഒരു റീജിയൻ വരെ 700 സംതിങ് വരെ 700+ ഒരു മൂവ്മെൻറ്റ് നമുക്കവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഒന്നുകിൽ ഇങ്ങനെ പോയിട്ട് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് മുകളിലോട്ട് പോകാം. പിന്നെ ഒരു നെഗറ്റീവ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സിനേരിയോ നമ്മളെപ്പോഴും പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനേരിയോ എന്ന് പറയുമ്പോഴത്തേക്ക് താഴോട്ട് പോകുന്നൊരു പോക്കാം. താഴോട്ട് പോകുന്ന പോക്കെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ജസ്റ്റ് താഴോട്ട് പോയാൽ നമ്മൾ തൊട്ടടുത്തൊരു സ്റ്റോപ്പ് ലോസ് വെക്കുക. തൊട്ടടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ടാർഗറ്റിനെക്കാട്ടി കുറച്ച് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. ഒരു 1:2, 1:3 ഒക്കെ ഒരു ഫൈനാണ്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒത്തിരി നീട്ടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അത്രയും പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോകാം. നമ്മളെപ്പോഴും കൂടിയ ടൈം ഫ്രെയിമാണല്ലോ നോക്കുക. നമുക്കൊരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് പോകാം. ആ ഒരു ടൈം ഫ്രെയിമിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നേ ഉള്ളൂ. ഇവിടെ കുഴപ്പമില്ലാത്തൊരു ക്യാൻഡിലുണ്ട്. ഇതിൽ ഇനിയും ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോയാലും നമുക്ക് നല്ലൊരു എൻട്രി കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം. ഒരു 1 hour എടുത്ത് നോക്കിയാലും ഇവിടെ ഒരു ബ്രേക്ക് നടന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊരു 1 hour നോക്കാം. കണ്ടോ, ഇവിടെ ഈ ഒരു ഏരിയ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ, താഴെ വോളിയം വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലുണ്ട്. അപ്പം ഇത് മുകളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് താഴോട്ട് ഇവിടെ മുകളിലോട്ട് വന്നു, ഒരു റീടെസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. പിന്നെ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാമെന്ന് പറഞ്ഞതാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് എന്ന് പറയാം. 1 hour ഒക്കെ ആയിട്ട് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ തന്നെ ഒരു രീതിയിലത്തെ ഒരു പാറ്റേൺ. ഓക്കെ, അതൊരു പ്രൈസ് ആക്ഷൻ തന്നെയാണത്. നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്ക് അറിയാം. നമ്മളിതിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു സിനേരിയോ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരു 1 hour എടുത്ത് നോക്കിയാലും ഇവിടുന്ന് ഇങ്ങനെ കളിച്ചിട്ട് മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ പോകാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ വ്യൂവിന് ഓപ്പോസിറ്റ് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ, വ്യൂവിന് ഓപ്പോസിറ്റ് പോകുകയെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇതാണ് താഴോട്ടുള്ള പോക്കാണ്. വ്യൂവിന് ഓപ്പോസിറ്റ് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. റിസ്ക് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ചാടി കയറരുത്. നിങ്ങളുടെ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അപ്പം എല്ലാവർക്കും ഈ ഒരു മുകളിലോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ചാർട്ട് മുകളിലോട്ട് തന്നെ പോകട്ടെ, നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം നമുക്കൊരിക്കലും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് മുകളിലോട്ടേ പോകത്തുള്ളൂ എന്നൊക്കെയുള്ള കാര്യം. നമുക്കൊരു ഫോർകാസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് നിങ്ങൾ നോക്കിയേ, അറൗണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാലൊരു ലോങ് ടൈം ഒരു ചാർട്ടിനെ പറ്റി വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തൊട്ടടുത്തൊരു എൻട്രി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സിനേരിയോ മനസ്സിലായാലും എന്ത് ചെയ്യണം, എവിടെ എൻട്രി എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കോളായിട്ട് കൂട്ടണ്ട. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വ്യൂ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തവർ ഇപ്പോൾ അത് വിൽക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഹോൾഡ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ചാടിക്കയറി വിൽക്കേണ്ട. നിങ്ങൾ നോക്കേണ്ട കേസെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരത്തില്ല. കണ്ടോ, ഇവിടെ നിങ്ങൾ എൻട്രി ചെറുതിൽ നിന്ന് എൻട്രി എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരത്തില്ല. ഇപ്പോൾ നമ്മളിത് പോയി ഇവിടെ മുകളിൽ പോയി, കണ്ടോ, മുകളിൽ പോയി തിരിച്ച് വന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ താഴോട്ട് വരെ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ റേസ് ചെയ്ത് ഇവിടെ ഒരു ലോജിക്കലായിട്ടൊരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കണ്ടെത്തി വെക്കുകയാണ്. ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് നിങ്ങളവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരത്തില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ചെയ്താൽ നിങ്ങൾ എൻട്രി എടുത്തേക്കുന്ന ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റോപ്പ് ലോസിലും പോട്ടെ സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രയൽ ചെയ്തിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോസ് വരത്തില്ല. മനസ്സിലായോ? പിന്നെ എല്ലാം മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും മാർക്കറ്റിന് ഇഷ്ടത്തിനേ പോകത്തുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നു വരത്തില്ല. അഥവാ വ്യൂവിനെതിരായിട്ട് പോയാൽ നമ്മുടെ വ്യൂ തെറ്റിപ്പോയെന്ന് അക്സെപ്റ്റ് ചെയ്യുക. പുതിയ ചാർട്ടുകൾ ഷെയർ മാർക്കറ്റ് കൊണ്ട് തരുമെന്ന് വിശ്വസിക്കുക. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല, അതാണ് സത്യം. പിന്നെ പലരും പൊട്ടൻഷ്യൽ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോക്കകത്തൊക്കെ അവരൊന്ന് പറയും. അത് തെറ്റാന്നല്ല പറയുന്നത്. നമ്മുടെ റിസ്ക് അവിടെ എപ്പോഴും മാറ്റർ ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നാളെ ഞാൻ മറ്റൊരു വീഡിയോയായിട്ട് വരാം. നിങ്ങളുടെ ഒരു വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രിയെ പറ്റി ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാവരും പറയുന്ന പോലെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് നഷ്ടം വന്നാൽ കമ്പനി ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല. പിന്നെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാനിപ്പോൾ കാണുന്ന ഷെയറുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങളൊരു എൻട്രി എക്സിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. എൻട്രി നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എൻട്രി എടുക്കാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഷെയർ അല്ല. ഇനിയും വേറെ ഷെയറുകൾ വരും. ഇപ്പോൾ ലോങ് ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ചാനൽ തുടങ്ങിയേക്കുന്നത് തന്നെ ഇതിനാ നമ്മളിപ്പം ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും, ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർ വീട്ടിൽ ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും ഒരു ഇൻകം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഒരു എക്സ്ട്രാ ഒരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ.
അല്ലാതെ കോടീശ്വരരാകുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇന്ന സ്ട്രാറ്റജി എന്നൊന്നും പറഞ്ഞല്ല. നമ്മൾ ബേസിക് പ്രൈസ് ആക്ഷൻ അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ എന്തായാലും നല്ലൊരു പൊട്ടൻഷ്യൽ സ്റ്റോക്കുമായിട്ട് ഞാൻ വരും. അതൊരു ലോങ് ടൈം, കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സ്റ്റോക്ക്. അതിനെപ്പറ്റിയെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നാളത്തേക്ക് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.